ബംഗാളിലെ ബീർഭൂം ജില്ലയിലെ ഭീംപൂർ പ്രദേശത്തുള്ള ഒരാൾ വിദ്യാഭ്യാസ സംവിധാനം നടത്താൻ വേണ്ടി കുറച്ച് സ്ഥലം മാറ്റിവെച്ചിട്ടുണ്ട്, അത് ദാറുദൊക്കെ ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ഒരു പാലം പണിതു. ആ പാലം പണിതത് മുൻകിർ ഹുസൈൻ സാഹിബ് എന്ന തായ്വാനി സയന്റിസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന മുംബൈ IIT-യിൽ നിന്നൊക്കെ ഫിസിക്സിൽ PhD ഒക്കെ ചെയ്ത് ഗവേഷണം പോസ്റ്റ് ഡോക്ക് ഒക്കെ ചെയ്തുള്ള ഒരാൾ. അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചു. ഇന്ന് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. അദ്ദേഹം ബംഗാളിലെ ദാറുൽ ക്യാമ്പസിന്റെ ശില്പിയാണ്. അതിന് 10 ഏക്കറിലധികം സ്ഥലം അദ്ദേഹം കൊടുക്കുകയും അവിടെ ഒരു ദാറുൽ പടുത്തുയർത്തുകയും അതിൽ നിന്ന് ഉള്ള ഫലം കാണുകയും ആദ്യത്തെ ബാച്ച് ഉദവികളായി പുറത്തിറങ്ങുന്നത് കാണുകയും ചെയ്തതിനു ശേഷമാണ് ഇന്നലെ അദ്ദേഹം മരിക്കുന്നത്. ജീവിതകാലം മുഴുവനും അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ഗവേഷണത്തിൽ മുഴുകിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഫിസിക്സിലെ ഗവേഷകനായിരുന്നു. നിർബന്ധമല്ലാത്ത നോമ്പ് നോക്കൽ ഹറാമായ ദിവസമല്ലാത്ത എല്ലാ ദിവസവും നോമ്പ് നോക്കുകയും പരമാവധി പള്ളിയിൽ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന അത് വലിയൊരു വ്യക്തിത്വമായിരുന്നു. വലിയൊരു സൂഫിയായ സയന്റിസ്റ്റ് എന്ന് പറയുന്ന 2010-11 ദാറുൽ ക്യാമ്പസ് അവിടെ തുടങ്ങുമ്പോൾ അദ്ദേഹവുമായിട്ട് എഴുത്തൂത്തുകളൊക്കെ നടത്താൻ മെയിലുകൾ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഭൂമി ട്രാൻസ്ഫറിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അന്ന് ദാറുൽ ജോലി ചെയ്തിരുന്ന ഒരു സമയത്ത് അതിന്റെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചത്. അതിന് ശേഷം എപ്പോഴും അദ്ദേഹത്തെ കാണുകയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക, അല്ലാഹു അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. അങ്ങനത്തെ ഒരു ദുഃഖവും സന്തോഷവും എന്ന് പറയാം. അങ്ങനെ ഓരോ ആളുകൾ ഓരോ ഇടങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 21 കോടി മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. അനൗദ്യോഗിക കണക്ക് പ്രകാരം അത് 25-30 കോടിയോളം വരും. ഇതിൽ 95 ലക്ഷം മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത്. നമ്മളെല്ലാ സംഘടനകളും സംഘങ്ങളും ഒക്കെ കൂടി ചേർന്നാൽ 95 ലക്ഷം മുസ്ലിങ്ങളാണ്. കയറി വന്നാൽ 1 കോടിയിൽ താഴെയുള്ള മുസ്ലിങ്ങളാണ്. ബാക്കി 20 കോടി മുസ്ലിങ്ങളും ഔദ്യോഗിക കണക്ക് പ്രകാരം കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നു. ജനസംഖ്യയുടെ വോള്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഖത്തറിൽ മൊത്തം 30 ലക്ഷം ആൾക്കാരുള്ളത് 4 ലക്ഷം ആൾക്കാരെ ഖത്തരികളുള്ളൂ. ബാക്കി 26 ആൾക്കാരും വിദേശികളാണ്. UAE-യുടെ മൊത്തം ജനസംഖ്യ 1 കോടിയാണ്. അതില് 13 ലക്ഷം ഇമാറത്തികളുള്ളൂ. ബാക്കി 87 ലക്ഷം ആളുകളും വിദേശികളാണ്, പ്രവാസികളാണ്. കേരളത്തിൽ മാത്രം കേരളത്തിൽ മാത്രം മുസ്ലിങ്ങൾ 1 കോടിയിൽ താഴെ 95 ലക്ഷത്തിലധികം ഉണ്ട്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 20 കോടിയിലധികം മുസ്ലിങ്ങൾ ഔദ്യോഗിക കണക്ക് പ്രകാരം ജീവിക്കുന്നു. ഇതൊരു ഹ്യൂജ് നമ്പറാണ്. 20 കോടി എന്ന് പറയുന്ന ഒരു ഹ്യൂജ് നമ്പറാണ്. നമ്മളെപ്പോഴും മൈനോറിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ സെക്കൻഡ് ലാർജസ്റ്റ് മെജോറിറ്റിയാണ് മുസ്ലിങ്ങൾ. നമ്മളെപ്പോഴും നെഗറ്റീവ് അർത്ഥങ്ങളാണ് ഉള്ള വാക്കുകളാണ് ഉപയോഗിക്കാൻ ശ്രമിക്കാറുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാം ഭൂരിപക്ഷ സമൂഹമാണ് മുസ്ലിങ്ങൾ. സെക്കൻഡ് ലാർജസ്റ്റ് മെജോറിറ്റിയാണ്. എത്രയോ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളുണ്ട്, പഞ്ചായത്തുകളുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ബീഹാർ അടക്കം അതിനോട് ചേർന്ന് കിടക്കുന്ന ബംഗാള്, ജാർഖണ്ഡ്, ആസാം, നമ്മളൊരു വിസിനിറ്റിയിലുള്ള 4 സ്റ്റേറ്റുകൾ നോർത്ത് ഈസ്റ്റിലെ ഈ 4 സ്റ്റേറ്റുകളിൽ 100ഓളം മുസ്ലിം MLA-മാരുണ്ട്. എന്ന് പറഞ്ഞാൽ 100ഓളം മുസ്ലിം ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലങ്ങളുണ്ടെന്നർത്ഥം. 100ഓളം മുസ്ലിം ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഒരു ഏകീകൃതമായ ഒരു പാർട്ടിയിലെ മെമ്പറല്ല. അതിലൊക്കെ MLA-മാർ മുസ്ലിങ്ങളായവരുണ്ട്. അതിലിങ്ങനെ പാർട്ടി മാറി കളിക്കും, ചിലപ്പോൾ സ്വതന്ത്രനായിട്ട് നിൽക്കും. അവർക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒന്നുമില്ല. അല്ലെങ്കിൽ എവിടെ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിൽ നിൽക്കാൻ അവർക്ക് എവിടെയും ഒന്നുമില്ല. അപ്പൊ അവരിങ്ങനെ നിൽക്കും. ഓരോ വോട്ടിന് 3000-4000 കൊടുക്കും. കോടികൾ ചെലവാക്കിയിട്ട് MLA-യോ MP-യോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറൊക്കെ ആവും. അങ്ങനെയാണ് അവിടുത്തെ പൊളിറ്റിക്സ്. ഇത് ക്രിയാത്മകമായി വർക്ക് ചെയ്താൽ ലഭിക്കാവുന്ന ഒരു ഇടം കൂടിയാണ്. അതിന് ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയി ഒരു 10, 15, 20 വർഷങ്ങൾക്കപ്പുറമുള്ള റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വർക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും സാധിക്കും. ഇന്ന് ഇവിടെ ഒരു മണ്ഡലത്തിന്റെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും നമ്മളൊക്കെ ചേർന്ന് നിൽക്കുന്ന, ആഗ്രഹിക്കുന്ന, പാണക്കാടിന്റെ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ കീഴിലുള്ള അതിന്റെ ഒരു തണലിൽ ഇത്തരം ഒരു സംഗമം വിളിക്കുന്നതിനെ തന്നെ വളരെ പ്രധാനമായ ഒരു ലക്ഷ്യം. 2 ലക്ഷ്യങ്ങളുണ്ട്. ഇന്നിപ്പോ കുർത്തുവയെ സഹായിക്കുക എന്നുള്ളത് ഒരു ഇമ്മീഡിയറ്റ് ലക്ഷ്യമാണ് അവിടെ നടക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് പറയാം. അതിനേക്കാളും ദീർഘമായ ഒരു ലക്ഷ്യം ആഗ്രഹിക്കുന്നത്, നമ്മുടെ മണ്ഡലത്തിലെ കുറെ ആളുകൾ നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ എന്തായാലും ഉണ്ടാവുക.
അവരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും ഈ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കൊരു 4, 5, 10 വർഷം വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കും. അതിനെ രാഷ്ട്രീയമായി, സാമൂഹികമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, തൊഴിൽപരമായി ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്ന ഒരു ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നത്. പ്രതീക്ഷയോടെയാണ് ഒരു വിശ്വാസി എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ പ്രതീക്ഷയുടെ ഫലം ചിലപ്പോൾ വർഷങ്ങൾക്കപ്പുറമാണ് നമ്മൾ അനുഭവിക്കുക. മണ്ണാർക്കാട് ഈ പ്രദേശങ്ങളൊക്കെ മലബാർ കലാപത്തിന്റെ ഇരകളായ പ്രദേശങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. ഇതേ മണ്ണാർക്കാട്, ഇങ്ങനെ പേരുള്ള മണ്ണാർക്കാട് എന്ന പ്രദേശത്ത് ഞാൻ അന്തമാനിൽ പോയിട്ട് താമസിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ട ആളുകൾ അവിടെയുണ്ട്. 1920 ബാക്കി പത്രങ്ങളായി 1920കളിൽ ജീവിച്ച മലയാളത്തിലെ, മലബാറിലെ മാപ്രമാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം അള്ളാഹു ഇന്ന് നമുക്ക് തന്നിട്ടില്ല. 1920കളിൽ പട്ടിണിയും പ്രയാസവും വൈദവ്യവും അനാഥത്വവും മാത്രം ബാക്കിയായിരുന്ന മലബാറിലെ ഗ്രാമങ്ങളിൽ മാപ്പിള ഔട്ട്റേജിയസ് ആക്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട മലബാറിലെ നമ്മുടെയൊക്കെ ഈ ഗ്രാമങ്ങളിലൊന്നും അന്നുണ്ടായിരുന്ന മാപ്പിളമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നല്ല ജീവിതം, നല്ല ഭക്ഷണം, നല്ല വീട്, നല്ല വസ്ത്രം, നല്ല വാഹനങ്ങൾ, മക്കളെ യൂറോപ്പിൽ അയക്കണോ അമേരിക്കയിൽ അയക്കണോ എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ഇതൊക്കെ നമുക്ക് അള്ളാഹു തന്നിട്ടില്ലേ. അള്ളാഹുവാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് ചിലപ്പോൾ പതിറ്റാണ്ടുകൾ പിടിക്കാം, 10, 20, 30, 50 വർഷങ്ങൾ പിടിക്കാം. സിരി സാഹിബോ ആയിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളോ എന്തിന് മഹാനായ CH പോലും ഒരു പക്ഷേ നമ്മൾ ഇന്ന് നേടിയ നേട്ടങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ചിട്ടില്ല. അവരൊക്കെ ചെയ്തു വെച്ച് പോയവർ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇതിന്റെ ഇടയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. അത് എല്ലാ കാലത്തും ഉമ്മത്ത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഉള്ള പേടി നമ്മൾ ഫാഷിസത്തിന്റെ കാലത്ത് ജീവിക്കുന്നു, ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും ഉമ്മത്ത് ഇതിനേക്കാളും വലിയ ഭീതികളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ചെങ്കിസ് ഖാന്റെ മംഗോളിയക്കാർ ആകെ തകർത്തു തിമർത്ത് ആടിയ ഒരു സമൂഹത്തിന്റെ പിന്നാമ്പുറക്കാരാണ് നമ്മൾ. കൃഷിയോദ്ധാക്കൾ ഉഴുതിമറിച്ച് കൊന്നൊടുക്കിയ ഒരു സമൂഹത്തിന്റെ പിന്തുണക്കാരാണ് നമ്മൾ. 800 വർഷം മുസ്ലിങ്ങൾ ഭരിച്ച, ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗങ്ങൾ മൊലിസായി പരാമർശിച്ചു, 800 വർഷം മുസ്ലിങ്ങൾ ഭരിച്ച ഒരു സ്ഥലമാണ് സ്പെയിൻ എന്ന് പറയുന്നത്. നമുക്ക് സ്പെയിന് റിയൽ മാഡ്രിഡും ബാഴ്സലോണൊക്കെ ആയിരിക്കും. സ്പെയിന് കുർത്തുബയും ഇഷ്ബീലിയയും അതുപോലെ തന്നെ അർണാത്തയും മലാഗയും ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. 800 വർഷം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്. 712 മുതൽ 1492 വരെ. പിന്നീട് അവിടെ നാട്ടി ഓടിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു, നാട് കടത്തപ്പെട്ടു, ക്രിസ്ത്യാനികളായി മതം മാറ്റപ്പെട്ടു. പിന്നെയും രഹസ്യമായി 200 വർഷം മുസ്ലിങ്ങൾ അവിടെ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ബാക്കി പത്രങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ 2 മാസം മുമ്പ് അവിടെ സ്പെയിനിൽ ഒരു കോൺഫറൻസിന് വേണ്ടി പോയിരുന്നു. അവിടുത്തെ വലിയ പള്ളി ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. അത് ചർച്ച 1237 മുതൽ കൊർഡോബയിലെ പള്ളി ചർച്ചാണ്. പള്ളി ഇതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ചർച്ചിന്റെ പണികളാണ് നടക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു തലമുറ മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഭീതിയോടെ നിലനിൽക്കേണ്ടവരല്ല, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകേണ്ടവരാണ്. ആ പ്രതീക്ഷയോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഉമ്മത്തിന് വേണ്ടത് അവരെ ശാക്തീകരിക്കുക എന്നതാണ്. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ നാടൊട്ടുക്കുമുണ്ട്. അതിന് നമ്മൾ പ്രവർത്തിച്ചാൽ, ഇപ്പൊ 80കളിലാണ് ദാറുൽ ഹുദ അതിന്റെ ഒരു പ്രവർത്തനം തുടങ്ങുന്നത്. ദാറുൽ ഹുദ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ലക്ഷ്യമായി എഴുതി വെച്ചത്, ഞാൻ 87-88 ദാറുൽ ഹുദയിൽ ജോയിൻ ചെയ്ത ഒരാളാണ്. ഞങ്ങൾ 10-12 വയസ്സാകുമ്പോൾ ദാറുൽ ഹുദയുടെ ശില്പികൾ ബാപ്പുട്ടിയാച്ചും ഹൈദർ ഉസ്താദും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഭാഷകൾ പഠിക്കുന്നു. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും പോയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന, വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താൻ കഴിയുന്ന, ദീനീ ദേവനം നടത്താൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് ദാറുദയുടെ ലക്ഷ്യം. നമുക്ക് അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതേ 80കളിലാണ് ഇന്നത്തെ ഇന്ത്യയുടെ അടിസ്ഥാനം രൂപപ്പെട്ടത്. എന്നാൽ രാമ ജന്മഭൂമി ശിലാന്യാസം നടത്തുന്നത് 80കളിലാണ്. ഷാബാനു കേസ് പ്രകാരം രാജ്യത്ത് വലിയ മുസ്ലിം വിദ്വേഷം TV ജേർണലിസത്തിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത് 80കളിലാണ്. രാമായണ, മഹാഭാരത് സീരിയൽ കൊണ്ടുവന്നത് ഒരു ഹിന്ദു കൺസോളിഡേഷൻ, വോട്ട് കൺസോളിഡേഷന്റെ ഭാഗമായിരുന്നു എന്ന് ഒരുപാട് പഠനങ്ങളുണ്ട്. അത് 80കളിലാണ് വന്നത്. ഇതേ 80കളിന് അതാണ് 90കളിൽ ആളിക്കത്തുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ഇന്ത്യയിലാകമാനം കലാപങ്ങളുണ്ടായി. ബോംബെയിലും ഭീവണ്ടിയിലും ഭാഗൽപൂരിലും ഒക്കെ കലാപങ്ങളുണ്ടായി. ഈ 80കളിൽ തുടങ്ങിയ ദാറുൽ ഹുദ 90കളിൽ ഇന്ത്യ മുഴുവനും ഭീതി നിലനിന്നപ്പോ ഞങ്ങൾക്ക് ഓർമ്മ, ഞങ്ങൾ 97 മുതൽ സഞ്ചരിക്കാൻ തുടങ്ങിയവരാണ്. ദാറുൽ ഹുദ ഇന്ന് കേരളത്തിന്റെ പുറത്ത് വ്യത്യസ്തമായ നാടുകളിൽ ഞങ്ങളൊക്കെ പറഞ്ഞേക്കുമായിരുന്നു. അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കാൻ, അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണാൻ, ആളുകളെ പരിചയപ്പെടാൻ, ഉറുദുവിൽ പോയി പ്രസംഗിച്ച് പഠിക്കാനൊക്കെ. 98ലാണ് ദാറുൽ ഹുദ ആദ്യത്തെ സ്ഥാപനം ഉറുദു മീഡിയം കോഴ്സ് തുടങ്ങുന്നത് കേരളത്തിന്റെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് വേണ്ടി.
യാദൃശ്ചികമായി പറയാൻ 98-ലാണ് ഇന്ത്യയിലെ ഇതിന്റെ ഒരു വിജയം വാജ്പേയി അധികാരത്തിൽ വരുന്നതിലൂടെ തുടങ്ങുന്നത്. 2002 നിങ്ങൾക്കറിയാം, ഗുജറാത്ത് കലാപത്തിന്റെ കാലം. കേരളത്തിന്റെ പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ 2003 ബാബുരാജ് മരിക്കുന്നത്. കേരളത്തിന്റെ പുറത്ത് കൃഷ്ണഗിരിയിലും നന്ദ്യാലിലും നെഞ്ചക്കോട് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതൊക്കെ പരാജയപ്പെട്ടു. പക്ഷെ അത് ഒരുപാട് 2009 ആന്ധ്രയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. 2012 ഒരു വിദ്യാഭ്യാസ പദ്ധതി, പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങുന്നത്. 2011 ബംഗാളിൽ ക്യാമ്പസ് തുടങ്ങുന്നത്. 2013 ആസാമിൽ ക്യാമ്പസ് തുടങ്ങി, കർണാടകയിൽ ക്യാമ്പസ് തുടങ്ങി, മഹാരാഷ്ട്രയിൽ ക്യാമ്പസ് തുടങ്ങി. ഇന്ന് ഇന്ത്യയിൽ 3500-ലധികം ഗ്രാമങ്ങളിൽ പ്രാഥമിക മതവിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഊന്നി ആദിയ താർബുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആസാമിലും ബംഗാളിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ അവിടുത്തെ അടുത്ത ഒരു തലമുറയെ നയിക്കാൻ പാകത്തിൽ ഭാഷകൾ പഠിച്ച ആ രാജ്യത്തെ, ആ പ്രദേശത്തെ പ്രാദേശിക ഭാഷകൾ പഠിച്ച, അപ്പോൾ മറാഠി ഭാഷ പഠിക്കുന്ന, കന്നഡ ഭാഷ പഠിക്കുന്ന, തെലുഗു ഭാഷ പഠിക്കുന്ന, ആസാമീസ് ഭാഷ പഠിക്കുന്ന, ബംഗാളി ഭാഷ പഠിക്കുന്ന, ആ ഭാഷയിൽ സംസാരിക്കാനും എഴുതാനും സാഹിത്യത്തിൽ ഇടപെടാനൊക്കെ കഴിയുന്ന പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ആ സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന തരത്തിൽ 2025 എത്തുമ്പോൾ അൽഹംദുലില്ലാ വലിയ ഒരു ഹ്യൂമൻ റിസോഴ്സിന്, അത് ഇന്ത്യയിലെ ഒരു നീഡ് ആവശ്യം പരിഗണിക്കുമ്പോൾ വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. കേരളത്തിൽ സംസ്ഥയുടെ കീഴിൽ മാത്രം 10,000-ഓളം മദ്രസകൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 3500-ഓളം ഗ്രാമങ്ങളിലാണ് നമുക്കിപ്പോൾ മദ്രസകളുടെ പ്രാഥമിക മദ്രസകൾ എത്താൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ 20 കോടിയോളം മുസ്ലിങ്ങളിൽ 80% നിസ്കരിക്കാൻ അറിയാം, ഖുർആൻ പാരായണം ചെയ്യാൻ അറിയില്ല. ജീവിതത്തിൽ ഇന്ന് വരെ നിസ്കരിക്കാതെ, ഖുർആൻ പാരായണം ചെയ്യാതെ എത്രയോ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. ആകെ അവർ നിസ്കരിക്കാൻ അറിയണവരാകെ പലപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകൾ 2 പെരുന്നാളാണ് നിസ്കരിക്കുക. അത് വാജിബാണെന്നുള്ള പോലെ നിസ്കരിക്കും. വെള്ളിയാഴ്ച പോയി പള്ളിയിൽ വരും. നിങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പങ്കെടുക്കുന്ന തൊഴിലാളികളെ ഒന്ന് പരിശോധിച്ചാൽ മതി. പിന്നെ ഒന്ന് വരും വെള്ളിയാഴ്ചയാണ്, പിന്നെ കുറച്ച് ബോധമുള്ളവര് വെള്ളിയാഴ്ച വരും. 5 വക്ത് നിസ്കരിക്കൂല, നിസ്കരിക്കാൻ അറിയില്ല അവർക്ക്. നാം നെഹി ജാനത്തെ എന്ന് പറയാം. അൽഹംദുലില്ലാ പുറത്തുപോയി പഠിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾ പലപ്പോഴും ഞങ്ങളോട് വന്നിട്ട് പറയും, ഉസ്താദ് മേരെ ബേട്ടേനെ മെച്ച നമാസ് സിഖാ, എൻ്റെ മോന് എന്നെ നിസ്കാരം പഠിപ്പിച്ചു എന്ന് പറയും. കുട്ടികൾ ലീവ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ പരാതിയൊക്കെ ആയിട്ട് പറയും, മേരെ അബ്ബു और अम्मी नमाज शुरू किया, मेरे अब्बू शुरू नहीं किया है, अब्बू से आप जरा बात करना. എൻ്റെ ഇപ്പോഴും നിസ്കരിക്കാൻ തുടങ്ങി, ഞങ്ങളൊന്ന് വിളിച്ചിട്ട് പനോടൊന്ന് പറയണം നിസ്കരിക്കാൻ. നിങ്ങൾ ആലോചിച്ചോക്ക്, ഇവിടെ രക്ഷിതാക്കളായ ആളുകൾ രാവിലെ അല്ലെങ്കിൽ മക്കളെ നിസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കൾ എൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. മോനെ എണീക്കട അല്ലെങ്കിൽ മോളെ എണീക്കണേ നിസ്കരിക്കണേ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങളെ നിസ്കരിപ്പിക്കാൻ പഠിപ്പിക്കുന്നതും നിങ്ങളുടെ മുമ്പിൽ ഒതുവെടുക്കൽ ഇങ്ങനെയാണ് വാപ്പ എന്ന് കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. തലമുറകളിൽ എവിടെയൊക്കെയോ ബന്ധങ്ങൾ, ധീരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിഞ്ഞുപോയ അനേക ലക്ഷം, അനേക കോടി ആളുകൾ. ബീഹാറിൽ മാത്രം 2.5 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. ജനസംഖ്യയുടെ 17-18% എന്ന് പറഞ്ഞാൽ 2.5 കോടിയോളം മുസ്ലിങ്ങൾ. കിഷൻഗഞ്ച് എന്ന് പറയുന്നത് ബീഹാറിലെ 38 ജില്ലയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന അററിയ, കട്ടിഹാർ, പൂർണിയ, ഈ 3 ജില്ലകളും പാലക്കാടും കോഴിക്കോടും കണ്ണൂരൊക്കെ പോലെ കമന്റബിൾ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ജില്ലയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ബംഗാളിലെ 3 ജില്ലകളുണ്ട്, മാൽഡ, മുർഷിദാബാദ്, ഉത്തർ ദിനാജ്പൂർ. ഇത് 3ഉം മൃഗീയ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ്. ബംഗാളിന്റെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകൾ എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലും വലിയ ജനസംഖ്യയാണ്. ഇപ്പോൾ 24 പർഗാനാസിൽ 1 കോടിയിലധികം ആളുകളുണ്ട്. ഒറ്റ ജില്ല 1 കോടിയോളം ആളുകൾ, 1 കോടിയിലധികം ജനസംഖ്യയുണ്ട്. 1 കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ജില്ലയുടെ ആവറേജ് ജനസംഖ്യ 20 ലക്ഷമാണ്. പത്തനംതിട്ട ജില്ലയിൽ 9 ലക്ഷം ജനസംഖ്യ, മലപ്പുറം ജില്ലയിൽ 43 ലക്ഷം, 43 ലക്ഷം ഉണ്ട്. അതുകൊണ്ടാണ് അത് വിഭജിക്കണമെന്ന്, ജനസംഖ്യാനുപാതികമായിട്ട് അത് വിഭജിക്കണം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ ഒരു ജില്ലയുടെ ആവറേജ് ജനസംഖ്യ എന്ന് പറയുന്നത് 20 ലക്ഷം. കിഷൻഗഞ്ച് ജില്ലയിൽ 21 ലക്ഷം. 24 പർഗാനാസിൽ 1 കോടിയുണ്ട്. അഥവാ 5 മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായിട്ട് വിഭജിക്കപ്പെടാൻ സാധിക്കും. മുർഷിദാബാദ് അങ്ങനത്തെ ഒരു ജില്ലയാണ്. അപ്പോൾ ഈ ഒരു 7 ജില്ലകളിൽ കിഷൻഗഞ്ച് ഉൾക്കൊള്ളുന്ന അതിന്റെ വിസിനിറ്റിയിലുള്ള ബംഗ്ലാദേശ് ബോർഡർ ഒരു ഭാഗത്ത്, നേപ്പാൾ ബോർഡർ ഒരു ഭാഗത്ത്, നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം കാണുമ്പോൾ 7 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്ന ചിക്കൻ നെക്ക് പോലത്തെ ഒരു കോഴിക്കഴുത്ത് പോലത്തെ ഒരു ചെറിയ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കിഷൻഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം കിടക്കുന്നത്. 1.5 കോടിയോളം മുസ്ലിങ്ങൾ അവിടെ 4, 3, 7 ജില്ലകളിലായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവരുടെ അവസ്ഥ 80% നിസ്കരിക്കാൻ അറിയില്ല. എന്നാൽ ഭൗതിക വിദ്യാഭ്യാസമോ 80% 8ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടാണ്. അതന്നെ ഈവൻ വിത്തൗട്ട് ലിറ്ററസി. ഒരു സാക്ഷരത പോലും, പ്രാഥമിക സാക്ഷരത പോലും നേടാതെ 8ാം ക്ലാസ്സിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയും 12-13 വയസ്സാകുമ്പോൾ ഇന്ത്യയുടെ വിവിധ തൊഴിലിടങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോവുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ യതീമുകളാണെങ്കിൽ
യത്തീമക്കളെ തീരെ പരിഗണിക്കാത്ത, അവർക്ക് തീരെ ഒരു കഫാലത്ത് സംരക്ഷണം കൊടുക്കാത്ത ഒരു സമൂഹമായിട്ട് എങ്ങനെയാണ് അവർ മാറിയതെന്നറിയില്ല. എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിൽ യത്തീമുകളെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഉള്ളത് മുഴുവനും അടിച്ചു മാറ്റുന്ന, അവർക്കൊന്നും കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന, അവർക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ അതിനെ തടയാൻ ശ്രമിക്കുന്ന കുടുംബാംഗങ്ങളുള്ള ഒരു സാമൂഹിക പരിസരത്തെ വളരെ വേദനയോടെ കണ്ടു നിൽക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ 7, 8, 9 വയസ്സായ യത്തീം മക്കൾ ജോലിക്ക് പോകുന്നത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും പ്രിയങ്കരനായ സയ്യിദ് ഉദവി, ഞങ്ങളുടെ കൂടെ അവിടെയുള്ള അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ സയ്യിദ് ഉദവി, അദ്ദേഹം പറഞ്ഞു, ഒരു ഹോട്ടലിൽ തൊഴിലെടുക്കുന്ന ഒരു കുട്ടി, ഞങ്ങളിങ്ങനെ ഒരു ഓർഫനേജ് സിസ്റ്റം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ അന്വേഷിച്ച്, ആ കുട്ടിയും അതിന്റെ താഴെ 3 പെൺകുട്ടികളുണ്ട്, ഓർഫനാണ്, ഉപ്പ മരിച്ചാണ്. അവർ ഹോട്ടലിൽ ജോലി ചെയ്യാണ്. ആ ഹോട്ടലുകാരൻ ആ കുട്ടിയോട് സംസാരിക്കാനോ ആ കുട്ടിയോടൊന്ന് ഇടപഴകാനോ ഒന്നും പോലും സമ്മതിക്കുന്നില്ല. അയാളുടെ ഒരു ജോലിക്കാരൻ നഷ്ടപ്പെടും. ഒരു 8, 9, 10 വയസ്സിന്റെ ഉള്ളിലുള്ള ഒരു കുട്ടിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പലപ്പോഴും നിങ്ങളത് കാണുകയാണെങ്കിൽ, ഞാനൊക്കെ കണ്ട് കരച്ചിൽ നിർത്തിയതാണ്. അൽഹംദുലില്ലാ, ഇങ്ങനത്തെ ഒരിടത്ത് നമുക്ക് എന്തെങ്കിലും നമ്മളാലാകുന്നത്, നിങ്ങൾ അറിയുക, നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഇത്രയധികം സ്ഥാപനങ്ങളുണ്ട്. 95 ലക്ഷം മുസ്ലിങ്ങളുടെ ഇടയിൽ എണ്ണിയാൽ തീരാത്ത സ്ഥാപനങ്ങളുണ്ട്. മതസ്ഥാപനങ്ങളുണ്ട്, ഓർഫനേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയുമായി കിഷൻഗഞ്ച് ജില്ലയെ ഒന്ന് താരതമ്യം ചെയ്താൽ, മലപ്പുറം ജില്ലയിൽ 80 എയ്ഡഡ്, അൺഎയ്ഡഡ്, ഗവൺമെന്റ് സെക്ടറിൽ 80 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളടക്കം. മലയാള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് സർവകലാശാലയും കോട്ടക്കൽ ആയുർവേദ സർവകലാശാലയൊക്കെ അടക്കം 80 സ്ഥാപനങ്ങളുണ്ട് പ്ലസ് 2 കഴിഞ്ഞിട്ട് പഠിക്കാൻ. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ കിഷൻഗഞ്ച് ജില്ലയിൽ 40 എണ്ണം ഉണ്ടാവണം. 20-21 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. അവിടെ ഉള്ളത് ആകെ 4 ഗവൺമെന്റ് കോളേജുകൾ, ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അത് തന്നെ ഡിഗ്രി മാത്രമുള്ളതാണ്, പ്ലസ് 2 കഴിഞ്ഞിട്ട് ഡിഗ്രി മാത്രം പഠിക്കാനുള്ളതാണ്. അതിൽ തന്നെ ആകെ നടക്കുക അപേക്ഷിക്കലും പരീക്ഷ എഴുതലും റിസൾട്ട് അറിയലും മാത്രമാണ്. BSc സുവോളജി പഠിച്ചാൽ പോലും ഒരു പ്രാവശ്യം പോലും ക്ലാസ് കയറിയിട്ടുണ്ടാവില്ല, എന്നിട്ടല്ലേ ലാബിൽ പോകുന്നത്. ഇതാണ് ഒരു പ്രദേശത്തെ സിറ്റുവേഷൻ. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, ഒരു BEd കോളേജ് ഇല്ല, ഒരു നല്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇല്ല, ഒരു നല്ല ITI ഇല്ല, ഒരു നല്ല പോളിടെക്നിക് ഇല്ല. 9നും 10നും ക്ലാസ് നടക്കൂല. പ്ലസ് 1ഉം പ്ലസ് 2നെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക വേണ്ട. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ വന്ന ഒരു 300-400 കുട്ടികൾ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ 40-50 കുട്ടികൾ ക്ലാസ്സിൽ വരും. അവരെല്ലാവരെയും ഇതുപോലെ ഒറ്റ ക്ലാസ്സിൽ ഇരുത്തും. ഒരാൾ കാവൽ നിൽക്കും. ചിലപ്പോൾ അയാൾ പ്രിൻസിപ്പൾ തന്നെ ആയിക്കൊള്ളുന്ന, അയാളുടെ പ്രതിനിധിയായിരിക്കും. ഉച്ചഭക്ഷണം ഉള്ള ആളുകൾക്ക് കൊടുക്കും, ബാക്കിയുള്ളവരുടെ പേരിലൊക്കെ കിട്ടിയതായിട്ട് എഴുതി വെക്കും. അങ്ങനെ വിടുന്ന ഒരു സാഹചര്യം ഞാൻ ഏതെങ്കിലും കാലത്തല്ല പറഞ്ഞത്, ഞാൻ ഇന്നലെയും ഇന്നും ഇനി നാളെയും നടക്കാൻ പോകുന്ന സംഗതികളെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. 80,000 കുട്ടികൾ മലപ്പുറത്ത് കഴിഞ്ഞ 25 വർഷമായിട്ട് 80,000 കുട്ടികൾ എല്ലാ വർഷവും 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നുണ്ട്. 2000 80,000 കുട്ടികൾ എഴുതിയിരുന്നു. 2024 80,000 സ്റ്റുഡൻസ് അറ്റൻഡഡ് 10th ക്ലാസ്. ആവറേജ് ആയിട്ട് 40,000 കുട്ടികൾ കിഷൻഗഞ്ചിൽ എഴുതേണ്ടിയിരുന്നു. 2018 ഞാൻ പോയ വർഷം 8,000 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. ഈ വർഷം എഴുതിയത് 11,000 കുട്ടികളാണ്. 29,000 കുട്ടികൾ എഴുതേണ്ടവർ മിസ്സിംഗ് ആണെന്ന് അർത്ഥം. അവരെത്തുന്നില്ല. ഇവരെ എങ്ങനെയാണ് നമ്മൾക്കെതിരെയുള്ള വിഭജനമാണ്, ആളുകൾ എത്തുന്നില്ല, ആളുകൾ ആരെയും പോലീസിലെടുക്കുന്നില്ല, പട്ടാളത്തിലെടുക്കുന്നില്ല, സർവീസിലെടുക്കുന്നില്ല, നമ്മളെങ്ങനെ പറയാൻ പറ്റും? പല അമുസ്ലിം ഉദ്യോഗസ്ഥരും, പോലീസുകാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് പലപ്പോഴും ചോദിക്കുക, എവിടെയാണ് എലിജിബിൾ ആയ ആളുകൾ, അവിടെ ക്വാളിഫൈഡ് ആയ ആളുകൾ അവിടെ? ഇതിനെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം. അൽഹംദുലില്ലാ, നമ്മൾ കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ നമ്മൾ അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ, വിദ്യാഭ്യാസപരമായി വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ട്, സ്കൂളുകളും കലാലയങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ട്, ഞാൻ മലപ്പുറം ജില്ലയുടെ ഉദാഹരണം പറഞ്ഞ മലപ്പുറം ജില്ലയിലെ വിജയബേരി പദ്ധതിയാണ് കിഷൻഗഞ്ച് ജില്ലയിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച് 2018 അങ്ങോട്ട് പോയി ഒരു പഞ്ചായത്തിൽ അത് നടപ്പിലാക്കാൻ ശ്രമിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും അതൊരു ചെറിയ കല്ല് നീക്കി വെക്കുന്നത് പോലെ മാത്രമേ ആയിട്ടുള്ളൂ. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. മലപ്പുറം ജില്ലയിൽ 80,000-ൽ 24,000 കുട്ടികളെ പരീക്ഷ പാസ്സായിട്ടുള്ളൂ. 30% കുട്ടികളാണ് പാസ്സായിരുന്നത്. വിജയബേരി നടപ്പിലാക്കി ഗവൺമെന്റ് എല്ലാ സിസ്റ്റത്തിലും വിദ്യാർത്ഥികൾ കൂടി 99.6% കഴിഞ്ഞ വർഷത്തെ. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 99%. നമ്മളൊക്കെ അഭിമാനത്തോടെ പറയേണ്ടത് 14 ജില്ലകളുള്ള കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറത്താണ്, മലബാറിലുമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് നിൽക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയും നിങ്ങൾക്ക്? ഇന്ത്യയിലെ 56 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇന്ത്യയിൽ 300ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് ഉണ്ട്. മുസ്ലിമിനൊക്കെ ഈ ഏത് ക്യാമ്പസിൽ പോയാലും നിങ്ങൾക്ക് ഇന്ന് മലബാറിലെ മുസ്ലിം വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കും. എല്ലായിടത്തും എതിർപ്പുണ്ടെങ്കിൽ, ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരാണ് എല്ലാവരുമെങ്കിൽ, ഇന്ത്യയിൽ ഫാഷിസം പേടിക്കേണ്ടതാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് മലബാറിലെ കേരളത്തിലെ മുസ്ലിങ്ങൾ.
ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക? ഏകദേശം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ ഉണ്ട്. ഭോപ്പാലിലെ മധ്യപ്രദേശിലെ കോരാപുട്ട് റീജിയനിൽ ട്രൈബൽ ഏരിയയിൽ ട്രൈബൽസിന് വേണ്ടിയിട്ട് ഗോത്ര വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. 100-ലധികം മലയാളി മുസ്ലിം വിദ്യാർത്ഥികളോട് പഠിക്കുന്നുണ്ട് മലബാറിൽ നിന്ന്. അവരൊരിക്കൽ വിളിച്ചിരുന്നു, അവർക്ക് ജുമാക്ക് പോകാൻ 30 കിലോമീറ്റർ പോകണം, അതിന്റെ അടുത്ത് ഒരാള് സ്ഥലം കൊടുക്കാൻ ഒരു പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി. ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. നമ്മളാണ് എല്ലായിടത്തും ലിഞ്ചിങ്ങോ എല്ലായിടത്തും പ്രശ്നങ്ങളോ ഒന്നല്ല. പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ല, അത് എല്ലാ കാലത്തും ഉണ്ടാവും. അതൊന്നും തീർന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇതേപോലെ, ഇത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പ്രവർത്തിച്ചതിന്റെ ഫലമായി, രാഷ്ട്രീയാധികാരത്തിന്റെ ഫലമായി, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഫലമായി, കലാലയങ്ങളുടെ ഫലമായി രാജ്യവ്യാപകമായി എത്താനും ലോകവ്യാപകമായി എത്താനും. ഞാൻ 2014 ഒരു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ട് US പോയിരുന്നു. 2024 ഇപ്പൊ അടുത്ത് പോയിരുന്നു. 10,000-ഓളം മലയാളി മുസ്ലിം ഫാമിലി അമേരിക്കയിലും കാനഡയിലും സെറ്റിൽഡ് ആണ്. ഒക്കെ യങ്സ്റ്റേഴ്സ് ആണ്. അധികം IT ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ലോയേഴ്സ് ആണ്, ബിസിനസ്സുകാരൊന്നുമല്ല. എന്താണ് അത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോയതിന്റെ റിഫ്ലക്ഷനാണ്, അതിന്റെ ഫലമാണ്. തീർച്ചയായിട്ടും ഒരു സമൂഹത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തിയ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ബീഹാറിൽ കിറ്റ് വിതരണം ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ടോ, ഉലുഹിയത്ത് നടത്തണം, നിങ്ങൾ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ടോ, കമ്പിളി വിതരണം ചെയ്യണം നിങ്ങൾ തരണം, വീടുണ്ടാക്കണം നിങ്ങൾ തരണം എന്നിട്ട് ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വരൂല. നിങ്ങളോട് ചോദിക്കുന്നത് അവർക്ക് ശാക്തീകരിക്കാൻ കൊടുക്കുന്നത്. നാളിതുവരെയായി അവർക്ക് രാജ്യത്ത് നിന്ന് എല്ലാവരും കൊടുക്കുന്നത് ഈ പീസ് മീൽ പൊളിറ്റിക്സ് ആണ്. അന്ന് കൊടുക്കും, ചൈനക്കാർ പറയാലോ, നിങ്ങൾ ഇഫ് യു ഫീഡ് ദം എ ഫിഷ് ദേ വിൽ ഈറ്റ് ഫോർ ദ ഡേ. അന്ന് അവർ സുഭിക്ഷമായി കഴിക്കും, അടുത്ത ദിവസം അവർ ചോദിക്കും, അടുത്ത ദിവസം അവർ ചോദിക്കും, എന്നും ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പ്രൊവൈഡേഴ്സ് ആക്കാൻ നമുക്ക് സാധിക്കണം. ഇഫ് യു ടീച്ച് ദം ഹൗ ടു ഫിഷ്, നിങ്ങൾ അവരെ എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടതെന്ന് പഠിപ്പിച്ചാൽ they will live their life. അവർ ജീവിച്ചോളും. അവരെ ശാക്തീകരിക്കുക, അതിനാണ് ശാക്തീകരണം എന്ന് പറയുക, എംപവർമെന്റ് എന്ന് പറയും. എംപവർമെന്റ് ചെയ്താൽ അവർ ശാക്തീകരിക്കപ്പെടും, അവർ ജീവിക്കും, അവർ പിന്നെ കൈ കാട്ടില്ല. അപ്പോ ഉമ്മത്തിനെ കൊടുക്കുന്ന കരങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ആ കൊടുക്കുന്ന കരങ്ങളാക്കി മാറ്റിയാൽ, അവർ പ്രൊവൈഡേഴ്സ് ആയാൽ, അവർ എംപവേർഡ് ആയാൽ, തീർച്ചയായിട്ടും ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിന് വളരെ മോഹനമായ, സുഭിക്ഷമായ, സന്തോഷകരമായ ഒരു ഭാവിയുണ്ട് എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്, ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്കപ്പുറം തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ ഈ ശ്രമങ്ങൾ നടത്തണം. ഇതൊരു ചെറിയ ശ്രമം മാത്രമാണ്. ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിന്റെ ആ ഒരു വലിയ ഹ്യൂജ് പോപ്പുലേഷന്റെ വോള്യം നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ശ്രമമാണ്. 2018 കിഷൻഗഞ്ചിൽ പോകുന്നത്. കിഷൻഗഞ്ചിൽ 2011 ആദ്യം പോയിരുന്നു. അവിടുത്തെ ഒരു സ്കൂളിന്റെ 40ാം വാർഷികത്തിന് ഗസ്റ്റായിട്ട് ഒരു ഫ്രണ്ട് ക്ഷണിച്ചത് പ്രകാരം പോയതാണ്. അന്നാണ് ഇങ്ങനെ ഒരു പ്രദേശം ഉണ്ടെന്നും, അവിടെ ബാഗ്ഡോഗര എയർപോർട്ടിൽ നിങ്ങൾ അപ്പർ ബംഗാളില് ഇപ്പൊ ഈ ഗൂർഖാലാൻഡ് ഒക്കെ പറഞ്ഞ സ്ഥലത്ത്, ഡാർജിലിംഗ്, സിക്കിം ഇവിടെയൊക്കെ പോകുന്നതിന്റെ ഏരിയയില് സിലിഗുരി ബാഗ്ഡോഗര എന്ന് പറഞ്ഞ ഒരു എയർപോർട്ട് ഉണ്ട്. അവിടുന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആദ്യം കാണാൻ ഇസ്ലാംപൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇസ്ലാംപൂർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഉത്തർ ദിനാജ്പൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ്. ബംഗ്ലാദേശ് ബോർഡറിലുള്ള ഈ ഏരിയകൾ മുഴുവനും ഹൈലി മുസ്ലിം പോപ്പുലേറ്റഡ് ആണ്. മാൽഡ, മുർഷിദാബാദ് ഈ പ്രദേശങ്ങൾ, കിഷൻഗഞ്ച്, പൂർണിയ, അററിയ, കട്ടിഹാർ ഈ പ്രദേശങ്ങളൊക്കെ ഹൈലി മുസ്ലിം പോപ്പുലേറ്റഡ് ആയ ഏരിയകളാണ്. 2018 അവിടെ നിന്നൊരു സംഘം, മർഹൂം അബ്സാർ ഭായി, അദ്ദേഹം കേരളത്തിൽ വന്നു. പിന്നെയാണ് കിഷൻഗഞ്ചിൽ പോകുന്നത്. എവിടെയെങ്കിലും പോയി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് കിഷൻഗഞ്ചിൽ പോകുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ CH മുഹമ്മദ് കോയ സാറിന്റെ ചെയർപേഴ്സണായിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് അത് റിസൈൻ ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നത്. അവിടെ ഒരു വർഷം നമ്മൾ അന്വേഷിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന്. അൽഹംദുലില്ലാഹ് ഇപ്പോ 2018 മുതൽ 2025 ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് കൊറോണയുടെ 3 വർഷം അതിന്റെ ഇടയ്ക്ക് വന്നെങ്കിൽ പോലും അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഇനിയും ചെയ്യാമായിരുന്നു. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. 3 പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്രയാൺ ഫൗണ്ടേഷനാണ്. പ്രയാൺ ഫൗണ്ടേഷൻ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു പൊതുവിദ്യാഭ്യാസ ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നു. പ്രയാൺ ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഒന്ന് കരിയർ എഡ്യൂക്കേഷൻ മേഖലയിൽ നിരന്തരമായി മോട്ടിവേഷൻ ക്ലാസും ഗൈഡൻസ് കൊടുക്കുകയും ഏത് ഗവൺമെന്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ളവരിലേക്ക് കുട്ടികളെ അപേക്ഷിപ്പിക്കാൻ പാകമായ കുട്ടികളെ കണ്ടെത്തുകയും അപേക്ഷിപ്പിക്കുകയും ഗവൺമെന്റ് ഏത് ജോബ് നോട്ടിഫിക്കേഷൻ വന്നാലും അതിലേക്ക് അപേക്ഷിക്കാനുള്ള എലിജിബിൾ ആയ ആളുകളെ കണ്ടെത്തുകയും അപേക്ഷിപ്പിക്കുകയും ചെയ്യുന്ന, അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്ന, അതൊക്കെ വളരെ
നേരോ ലെവലിലാണ്. കാരണം അപ്ലിക്കൻസിന് കിട്ടാത്തതിന്റെ, എലിജിബിൾ ആയ ആളുകളെ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ എലിജിബിൾ ആയ ആളുകളെ എംപവർ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊന്ന് ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയവർ, തീരെ പഠനം കിട്ടാത്തവർ, അവർക്ക് ദിവസവും 2 മണിക്കൂർ എങ്കിലും ഒരു ട്യൂഷൻ കൊടുക്കുന്ന ഒരു ലേണിംഗ് സെന്റേഴ്സ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തുടങ്ങിയത് ഒരു മഹാദലിത് വില്ലേജിലാണ്. ഒരു മഹാദലിത് വില്ലേജ് എന്ന് പറഞ്ഞാൽ സ്കാവഞ്ചിങ് ജോലി ചെയ്യുന്ന ആളുകളാണ്. കക്കൂസ് കോരുന്ന ജോലി ചെയ്യുന്ന ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരു വളരെ താഴ്ന്നവരെന്ന് കരുതപ്പെടുന്ന ഒരു വിഭാഗം. ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾ പോയി, ഞങ്ങൾ പകുതിയോളം ഭൂമി വാങ്ങിയത് ഒരു ഹിന്ദു ഒരു ഫാമിലിയിൽ നിന്നാണ്. അവരിൽപ്പെട്ടവരൊക്കെ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? കാരണം അവിടെ ആരും പോകാറില്ല. രാവിലെ മുതലേ ഇവിടുത്തെ ആളുകൾ മുഴുവൻ വെള്ളത്തിലായിരിക്കും. കാരണം അവർക്ക് കക്കൂസ് കോരണമെങ്കിൽ വെള്ളം അടിക്കാണ്ട് കഴിയില്ല. അപ്പോ രാവിലെ മുതൽ അങ്ങനെ, മക്കളും അങ്ങനെ തന്നെ. ഒരു നല്ല വസ്ത്രം കണ്ടിട്ടുണ്ടാവില്ല അവർ. ഇത്രയും വൃത്തികെട്ട ജീവിത സാഹചര്യമുള്ള ഒരു ഗല്ലിയിൽ, ഒരു ടോളയിൽ നമുക്ക് അൽഹംദുലില്ലാ നമ്മുടെ ഒരു വിദ്യാഭ്യാസ ഒരു സെന്റർ, ഒരു ലേണിംഗ് സെന്റർ തുടങ്ങാൻ പറ്റി. 10-ലധികം ലേണിംഗ് സെന്ററിൽ 300-ലധികം വിദ്യാർത്ഥികൾ നമ്മുടെ ആ ലേണിംഗ് സെന്ററിൽ വരുന്നു. അതിന്റെ ഒരു പുതിയ ഘട്ടം എന്ന രീതിയിൽ അൽഹംദുലില്ലാ യൂറോപ്യൻ യൂണിയൻ KMCCയുടെ ഒരു സഹകരണത്തോടു കൂടി ലേണേഴ്സ് ക്ലിനിക്ക് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേണേഴ്സ് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ക്ലിനിക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു വാക്കായിട്ടാണ് നിങ്ങൾക്ക് അറിയാം. ഞങ്ങള് വിദ്യാഭ്യാസം കിട്ടാത്ത ഒരാളെ രോഗാതുരനായി കണക്കാക്കി. ഇപ്പൊ ഒരു 12 വയസ്സായ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു 13 വയസ്സായ ഒരു പെൺകുട്ടി, നിങ്ങളിങ്ങനെ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ ഇഷ്ടംപോലെ അങ്ങനത്തെ കുട്ടികളെ കാണാം. അവർ ഇന്ന് വരെ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, പോയിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, എഴുത്തും വായനയോ അറിയില്ല. ഇവരെന്ത് ചെയ്യണം? ഒരു 12, 13, 14 വയസ്സ് ഇവരെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പോലെ ICUവിൽ അഡ്മിറ്റ് ചെയ്ത്, അക്കാഡമിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു 6 മാസം കൊണ്ട് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അവരുടെ വയസ്സിന് അനുഗുണമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ലെവലിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ ബാക്ക് ടു സ്കൂളിലേക്ക് തിരിച്ചയക്കുന്ന ഒരു പദ്ധതിയാണ്. ഇൻഷാ അല്ലാഹ് അത് ഈ ഒരു ലേണിംഗ് സെന്റർ അതിന്റെ പണി പൂർത്തിയാകുന്നതോടെ റെസിഡൻഷ്യൽ ആയിട്ടും അങ്ങനത്തെ കുട്ടികൾക്ക് വരാനുള്ള ഒരു സൗകര്യം ഒരുക്കാനുള്ള ശ്രമമാണ്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളാണ് പ്രാൻ ഫൗണ്ടേഷന്റെ കീഴിൽ പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദാർഹുദയുടെ അലുമിനിയായ ഹാദിയുടെ കീഴിൽ റമദാൻ മാസത്തിലൊക്കെ തആവൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി സഹായങ്ങൾ തേടിക്കൊണ്ട് നിങ്ങളുടെ അടുക്കലൊക്കെ പലപ്പോഴും എത്തിയിട്ടുണ്ടാകും. ഇന്ത്യയിലെ 350ഓളം ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന അതിന്റെ പ്രവർത്തനം കിഷൻഗഞ്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് 350ഓളം ഗ്രാമങ്ങളിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അച്ചടിച്ച പുസ്തകങ്ങൾ വിതരണം ചെയ്ത് അതിൽ നല്ല കുട്ടികളെ പ്രാഥമിക മതവിദ്യാഭ്യാസം നൽകുന്ന ഒരു പദ്ധതി. അൽഹംദുലില്ലാ 16,000ഓളം വിദ്യാർത്ഥികൾ ഇപ്പോ ബീഹാർ കേന്ദ്രീകരിച്ച് മാത്രം ആ സിസ്റ്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10% ഹയർ ലെവലിലേക്ക് അവരുടെ വിദ്യാഭ്യാസ നല്ല നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അതിന്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമതായി കുർത്തുബയാണ്. കുർത്തുബ ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ. സത്യത്തിൽ കിഷൻഗഞ്ചിൽ പോകുമ്പോൾ ആഗ്രഹിച്ചിരുന്നത് 2014 US പോയപ്പോൾ അവിടുത്തെ ടീച്ച് ഫോർ അമേരിക്ക എന്ന് പറയുന്ന ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. ഈ നോളജ് ഈസ് പവർ പ്രോജക്ട് എന്ന് പറയുന്ന ഒരു സ്കൂൾ പ്രോജക്ട് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ട് ആകർഷനായി ഒരു ബെസ്റ്റ് 100 സ്കൂൾ എന്ന ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് സത്യത്തിൽ 2018 കിഷൻഗഞ്ചിൽ പോകുന്നത്. ബെസ്റ്റ് 100 എന്നുള്ളതിന് 2 അർത്ഥമാണുള്ളത്. ഒന്ന്, ഏറ്റവും നല്ല 100 വിദ്യാർത്ഥികളെ നവോദയ സ്കൂളൊക്കെ എടുക്കുന്ന പോലെ ടാലന്റഡ് ആയ കുട്ടികൾ എടുത്തുകൊണ്ട് നമുക്ക് അവർക്ക് 6th എടുത്ത് നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ഒരു ലക്ഷ്യം ബെസ്റ്റ് ഇത് വലുതാക്കിയിട്ട് ഒരു ബെസ്റ്റ് 100 സ്കൂൾസ് ഇന്ത്യയിൽ ഒരു 1000 സ്കൂളുകളെങ്കിലും മിനിമം ഇന്ത്യയിൽ മിസ്സിംഗ് ആണ്, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ. ഇത് മിനിമം ആണ്. മിനിമം ഒരു 1000 സ്കൂളുകളെങ്കിലും ഉണ്ടാവണം. നിങ്ങൾ ഈ മലബാറിൽ മാത്രമുള്ള സ്കൂളുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ നിങ്ങൾ 5000 10,000 പറയും. അപ്പോൾ ഒരു ബെസ്റ്റ് 100 സ്കൂൾ ഉണ്ടാക്കാൻ എങ്ങനെയെങ്കിലും വഴിയൊരുക്കുക എന്നുള്ള വെറുതെ ഒരു മോഹം അങ്ങനെ ആയിട്ട് പോയതാണ്. സത്യത്തിൽ അവിടെ ചെന്നപ്പോ അവർക്ക് ആവശ്യം സ്കൂളുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും, പിന്നെയും അവർ പോകും. അങ്ങനെയൊക്കെ അപ്പുറം അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഇങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങൾ നമ്മുടെ ഈ ഏരിയയിൽ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ എത്ര സ്ഥാപന സമുച്ചയങ്ങളുണ്ട്. സ്ഥാപന സമുച്ചയം എന്ന് പറഞ്ഞാല് ഒരു സ്കൂൾ ഉണ്ടാകും, ഓർഫനേജ് ഉണ്ടാകും, ബോർഡിംഗ് മദ്രസ ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടാകും, ഏതെങ്കിലും ഒരു ശരീഅത്ത് കോളേജ് ഉണ്ടാകും, ഒരു ITI ഉണ്ടാകും, ചിലപ്പോൾ ഒരു പോളിടെക്നിക് ഉണ്ടാകും, ചിലപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ PG വരെയുള്ള പഠനം ഉണ്ടാകും. ഇങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ ഓരോ വിദ്യാഭ്യാസ സമുച്ചയത്തിന് കീഴിലും ഉണ്ട്. ഇങ്ങനെ ഒന്നും അവിടെ ഇല്ല. അപ്പൊ അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന കുറെ ആളുകൾ വേണം. കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ആണ്. ഞങ്ങൾ അവരെ സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്നാണ് വിളിക്കുക. കുർത്തുബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കാഡമിക് എക്സലൻസ് അങ്ങനെയാണ് ഒരു വാടക ബിൽഡിംഗിൽ തുടങ്ങിയത്. ആദ്യത്തെ വർഷം 240 കുട്ടികൾ പരീക്ഷയ്ക്ക് വന്നു. അവരിൽ അധികവും ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. ഞങ്ങൾ 60 കുട്ടികൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കിട്ടിയത് 55 ആളാണ്. ഈ 55 ആളിൽ പകുതിയിലധികം എഴുത്തും വായന അറിയാത്തവരായിരുന്നു. അവരെ പഠിപ്പിച്ച് 30 ആളുകൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ ബാക്കിയായി. അവരിൽ 29 പേർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, ഒരു കുട്ടിക്ക് ഒരു മാർക്കിന് സെക്കൻഡ് ക്ലാസ് കിട്ടി. അവരിൽ പിന്നെയും 10 പേര് പോയി. അവരെ 5-6 ആൾക്കാർ
3000-നും 4000-നും പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട്. അവർ ഉപ്പാരുടെ നിർബന്ധത്തിന് പോയതാണ്. അവർക്ക് പഠിക്കാൻ പിന്നീട് അവരെ വീട്ടുകാർ സമ്മതിച്ചില്ല. ഞാനൊക്കെ പല വീടുകളിൽ നിന്ന് ഉപ്പമാരുടെ ചീത്ത കേട്ടിട്ടുണ്ട്. നമ്മൾ അവരെ വീട്ടിൽ നിന്ന് പോകും, നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി വരും, അവസാനം അവർ ചീത്ത പറഞ്ഞേക്കും. അങ്ങനെ അൽഹംദുലില്ലാ ബാക്കി 20 ആളുണ്ട്. 20 ആളുകളാണ് നേരത്തെ ഇവിടെ പരാമർശിച്ച 20 കുട്ടികൾ. അവർ 11th പഠിക്കുന്നത്. അൽഹംദുലില്ലാ കഴിഞ്ഞ ജനുവരിയിലെ 2 ആഴ്ചയിൽ കേരളത്തിൽ അവർ CH കവർ കണ്ടു, CH സെന്റർ കണ്ടു, CH ചെയർ കണ്ടു, അവര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ടു, സംസ്ഥാനയം കണ്ടു. അവർ പാണക്കാട്ടെ തിരക്കും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ നേതൃത്വവും കണ്ടു. വ്യത്യസ്തമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം കണ്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ കടല് കണ്ടു. ഇതൊക്കെ കണ്ട് അവർ തിരിച്ചുപോയിട്ട് അവരെടുത്ത ചില തീരുമാനങ്ങൾ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. 20 ആളുകളാണെങ്കിലും അവർ സോഷ്യൽ എഞ്ചിനീയേഴ്സ് ആയിട്ട് മാറും. അവരുടെ പിറകിൽ വരുന്ന വലിയൊരു തലമുറയുണ്ട്. ഇപ്പൊ ഓരോ വർഷവും 70 കുട്ടികളുണ്ട്. 320ഓളം കുട്ടികൾ കുർത്തുബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കാഡമിക് എക്സലൻസിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഓരോരുത്തരും നമ്മൾ 10 ഡിഫറെന്റ് ഏരിയയിലേക്ക് അവരെ നമ്മൾ ഗൈഡ് ചെയ്തിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരണം. നേതൃപരമായ തരത്തിൽ അവരെ എംപവർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് സിവിൽ സർവീസ് മേഖലയിലോ ലീഗൽ സെക്ടറിലോ ജേർണലിസം സെക്ടറിലോ സോഷ്യൽ എഡ്യൂക്കേഷൻ എന്റർപ്രീനിയർഷിപ്പ് ആയിട്ടോ സോഷ്യൽ എന്റർപ്രീനിയർഷിപ്പ് ആയിട്ടോ ഇമാമുമാര്, ഖത്തീബുമാര്, എഴുത്തുകാര്, പ്രഭാഷകരൊക്കെ ആയിട്ട് ഇങ്ങനെ 10 ഡിഫറെന്റ് ഏരിയയിലേക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഒരു കൺസെപ്റ്റിൽ അവരെ വളർത്തിക്കൊണ്ടുവരണമെന്ന ചിന്തയിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് അവർ വരുന്നതിനനുസരിച്ച് ക്യാമ്പസിൽ വ്യത്യസ്തമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, ഖുർആൻ അക്കാദമി തുടങ്ങി. ഖുർആൻ അക്കാദമി ആദ്യം ഹിഫ്ദ് കോളേജ് തുടങ്ങൂല എന്ന് വിചാരിച്ചിരുന്നു. കാരണം അവിടെ ഇഷ്ടം പോലെ ഹിഫ്ദ് കോളേജുകളുണ്ട്. നിങ്ങളും ഒരുപാട് ഹാഫിദുകളെ കാണുന്നുണ്ടാകും. ഇവിടെ ഉള്ളവരൊക്കെ ഹാഫിദുകളായിരിക്കും. പക്ഷെ ഈ ഹാഫിദുകൾക്ക് ഓതാനല്ലാതെ ഭൗതിക വിദ്യാഭ്യാസം ഏതായാലും ഉണ്ടാവില്ല. മതവിദ്യാഭ്യാസം ഒരു മസാല പോലും അവർക്ക് അറിയില്ല. അപ്പോ എങ്ങനെയാണ് അവർക്ക് എന്ത് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും? ഒരു മാതൃകാപരമായ ഒരു ഖുർആൻ അക്കാദമിയാണ് അൽഹംദുലില്ലാ അവിടെ തുടങ്ങിയത്. അതിന് 2 വർഷമായി. ഇനി ഹിഫ്ദ് കഴിഞ്ഞവർക്ക് ഒരു ദൗറ ആൻഡ് കണ്ടിന്യൂഷൻ കോഴ്സ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. ഒരു ഖുർആൻ ലിറ്ററസി പ്രോഗ്രാം. ഞാനിവിടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഖുർആൻ ഓതാൻ അറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രയാസമാണ്. കാരണം നിങ്ങൾ എല്ലാവരും ഖുർആൻ ഓതാൻ അറിയണമാണ്. കിഷൻഗഞ്ചിൽ ഇങ്ങനെ ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടിയാൽ എനിക്ക് കൂളായിട്ട് ചോദിക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഖുർആൻ ഓതാൻ അറിയാം? അപ്പൊ 1-2 ആൾക്കാർക്ക് കയ്യോർത്ത് ഹം ജാൻതേ എന്ന് പറയും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആൾക്കാർക്ക് ഖുർആൻ ഓതാൻ താല്പര്യമുണ്ട്. 87 വയസ്സായ ഒരു സ്ത്രീയാണ് ആദിയയുടെ ഖുർആൻ ലിറ്ററസി പ്രോഗ്രാമിലെ ഏറ്റവും പ്രായമുള്ള ഒരു വിദ്യാർത്ഥി. അവർ ആ 87-ാം വയസ്സിൽ ഖുർആൻ ഓതാൻ പഠിച്ചു അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നൊക്കെ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളൊരു സ്പെഷ്യൽ സ്കൂളിന്റെ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓർഫനേജ് പ്രോജക്ട് 2 പ്രോജക്റ്റാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. കൊടുവള്ളി മുസ്ലിം ഓർഫനേജിൽ ചെന്നപ്പോൾ ഇവിടെ 40 കുട്ടികൾ അവർ ഈ വർഷം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഒരാൾ തന്നിട്ടുണ്ട്. അവിടെ ഒരു 40 പെൺകുട്ടികളെ, ഓർഫനായിട്ടുള്ള 40 പെൺകുട്ടികളെ എടുത്ത് പഠിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയ ഒരു ഓർഫനേജ് സംവിധാനം കുർത്തുബ ക്യാമ്പസിന്റെ അകത്ത് കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വർഷം മുതൽ നമുക്ക് 1 മുതൽ 8 വരെ സ്കൂളിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിഡൻഷ്യൽ സ്കൂള്, അത് ഫീസ് വാങ്ങിയിട്ട് തന്നെ പഠിക്കുന്ന, എന്തെങ്കിലും മിച്ചം വന്നാൽ കുർത്തുബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ശരീഅത്ത് കോളേജ്. അവിടുത്തെ ഈ 2.5 കോടി മുസ്ലിങ്ങളുടെ ഇടയിൽ സനത് വാങ്ങിക്കുന്ന ഒരൊറ്റ സ്ഥാപനമില്ല. ഈ പള്ളിയിൽ അതുകൊണ്ട് തന്നെ ഇമാമാരില്ല. കുർത്തുബയുടെ പരിസരത്ത് 25 ഗ്രാമങ്ങൾ ഫോക്കസ് ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. മുഹല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ 25 പള്ളിയിലും ഒരു സ്ഥലത്തോ 1-2 സ്ഥലത്ത് മാത്രമാണ് ഒരു ശമ്പളം കൊടുത്ത ഒരു ഇമാമിനെ നിർത്തിയിട്ടുള്ളത്. ഒരു 90% സ്ഥലത്തും ഒരു പള്ളിക്ക് ഒരു കമ്മിറ്റിയില്ല. അപ്പോൾ അൽഹംദുലില്ലാ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇങ്ങനെ അവിടെ കമ്മിറ്റി ഉണ്ടാക്കി, ഒരു വിദ്യാഭ്യാസ സമിതി ഉണ്ടാക്കി, സ്മാർട്ട് കിഡ് പ്രോഗ്രാം, ഇങ്ങനെ ഈ 25 മഹല്ലുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുർത്തുബ കേന്ദ്രീകരിച്ചുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇൻഷാ അല്ലാഹ് അവിടെ ഒരു മാറ്റം, ഒരു തലമുറ കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മക്തബിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ രക്ഷിതാക്കളായി മാറുന്ന ഒരു സമയത്ത് അവര് ഇനി വ്യാപകമായിട്ടൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തരായിരിക്കും. ഒരു 15 വർഷങ്ങൾക്കപ്പുറത്ത്, ഒരു 20 വർഷത്തിനപ്പുറത്ത് ആ പ്രദേശത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് മുമ്പ് കിട്ടുന്നതൊക്കെ വലിയൊരു ബോണസ് ആണെന്ന പ്രതീക്ഷയോട് കൂടിയാണ് അൽഹംദുലില്ലാ ഈ പ്രവർത്തനങ്ങൾ. അവിടെ ഒരു ശരീഅത്ത് കോളേജ് നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നല്ലൊരു സ്പോർട്സ് സ്കൂൾ ചെയ്യണമെന്നുണ്ട്. ഇന്ത്യയിലെ ഏത് പ്രവർത്തനങ്ങൾ
സ്ഥാപനങ്ങൾക്കും സ്പോർട്സ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും സ്പോർട്സ് കോട്ടയുണ്ട്. ഇന്ത്യയിൽ ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. ഇന്ത്യയിൽ ആർമിയിലും പോലീസിലും ഒക്കെ സ്പോർട്സ് കോട്ടയിൽ വരുന്ന ആളുകളാണ് ഏറ്റവും എടുക്കാറുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ശ്രമം നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമുച്ചയം, ഇങ്ങനത്തെ നൂറുകണക്കിന് ക്യാമ്പസുകൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ വരാൻ കഴിയണം. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കണം. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങി ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, നേരത്തെ ഇവിടെ പരോക്ഷമായി പരാമർശിക്കപ്പെട്ട തൊഴുത്തിൽ കുത്തുകൾക്കും അതുപോലെ തന്നെ താൻപോരിമകൾക്കും നശിപ്പിക്കലിനും ഒന്നും ഇട കൊടുക്കാതെ പണക്കാട്ടെ ബഹുമാന്യരായ സാദത്തുകൾ, ഇന്നലെ ഞാൻ റഷീദ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ വയനാട്ടിലെ CH സെന്ററിന്റെ സ്നേഹ സംഗമത്തിന് പോയി തിരിച്ചു വരുന്നവർ ഞങ്ങളെ വണ്ടിയിൽ ഒരു മീറ്റിംഗ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്തിട്ടാണ്. ഇന്ത്യയിൽ പുറത്ത് എങ്ങനെയാണ് ഒരുപാട് തരത്തിൽ ആരോഗ്യ മേഖലയിൽ എങ്ങനെ ഇടപെടാൻ പറ്റും, ഞാൻ അതിൻ്റെ ഒന്നും വിശദീകരണങ്ങൾ നൽകുന്നില്ല. സത്യത്തില് വ്യാജ ഡോക്ടർമാർ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമാണ് നോർത്ത് ഇന്ത്യയിലെ വിവിധ ഇടങ്ങൾ. സത്യത്തിൽ കിഷൻഗഞ്ചിലൊക്കെ ചെറിയ ചെറിയ ഓപ്പറേഷനുകളൊക്കെ ചെയ്യാം. സാധാരണ ഇപ്പൊ അടുത്തിന്റെ അടുത്ത് ഒരു രക്ഷിതാവ് വന്നിരുന്നു, ബേട്ട ക്യാ കർറയാന്ന് വെച്ചാൽ ബേട്ട ഡോക്ടറി കർറയാ, ഒറിജിനൽ ഡോക്ടർ അല്ലാത്തതുകൊണ്ടാണ് ഡോക്ടറി കർറയ എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ചെയ്യുന്ന ബ്ലേഡർ കരയുക, സ്റ്റോൺ കരയുക, സിസേറിയൻ കരയുക, ഇതൊക്കെ വ്യാജ ഡോക്ടർ ചെയ്യും. നിങ്ങൾ ഒരിക്കലും അത്ഭുതപ്പെടുന്നത് സ്ഥിരമുള്ള പരിപാടിയാണ്. അവർക്ക് വ്യാജ ഡോക്ടർമാർക്ക് RMSന്റെ റൂറൽ മെഡിക്കൽ പ്രാക്ടീഷണർ RMPയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതും വ്യാജമായിട്ട് നയിച്ചായിരിക്കും. ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സമൂഹം പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പലർക്കും, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല പാവങ്ങളായ പലർക്കും ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോഴേ തിരിച്ചു വരുമ്പോ എന്താ ഓർഗൻ ഒരു വലിയ തരത്തിലുള്ള കൊള്ളകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇങ്ങനെ ഒരുപാട് തരത്തിൽ അവര് ഏത് ഡയഗ്നോസിസ് സെന്ററിൽ പോയാലും അവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറെ റിസൾട്ടുകൾ ഉണ്ടാകും. അത് 3mm ചിലപ്പോൾ കല്ല്, അത് എല്ലാവർക്കും 3mm ആയിരിക്കും. അത് ഓരോരുത്തരെ കണ്ടിട്ട് കൊടുക്കും. എന്നിട്ട് അവന് കല്ല് ഓപ്പറേഷന് വേണ്ടിയായിരിക്കും പോവുക, കിഡ്നി മോഷ്ടിക്കപ്പെട്ടിട്ടായിരിക്കും തിരിച്ചു വരിക. ഇങ്ങനെയുള്ള പല വിഷമകരമായ ജീവിത സാഹചര്യങ്ങളും പലയിടത്തും ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള ശാക്തീകരണം നൽകിയാൽ പഠിക്കാനുള്ള അവസരം, ഇന്ത്യയിലെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവകാശമാണെന്ന രാജ്യത്തിന്റെ നിയമം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ മാത്രം നടത്തിയാൽ മതി. തൊഴിൽ പരിശീലന ശ്രമങ്ങൾ മാത്രം നടത്തിയാൽ മതി. ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ താഴേക്കിടയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ മതി. രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്, പ്രത്യേകിച്ചും ദളിത് കമ്മ്യൂണിറ്റികൾ, ഇതര അവശ വിഭാഗങ്ങൾ, ഇവരെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളാണ് ആവശ്യം. ആ പ്രവർത്തനങ്ങൾ നമ്മൾ വലിയ രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. ചെറിയ രീതിയിൽ നടക്കുന്ന ഈ ഒരു പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പിന്തുണയുണ്ടാകണം. ആദ്യഘട്ടത്തിൽ അതിന്റെ പിന്തുണയാണ് അപേക്ഷിക്കുന്നത്. വലിയ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്വന്തമായി ഇത്തരം ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചെങ്കിലും ഒരു മണ്ഡലത്തിന് ഓർക്കെ നമുക്ക് ഒരുപാട് സമിതികളുണ്ട്, ഒരുപാട് തരത്തിലുള്ള. നോർത്ത് ഇന്ത്യയിൽ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് ഒരു 5-10 വർഷത്തെ ലക്ഷീകരിച്ചുകൊണ്ട് ശാക്തീകരണ പ്രവർത്തനം നടത്താനുള്ള ഒരു സമിതി കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൽ ഉണ്ടായി തീരേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇൻഷാ അല്ലാഹ് കുർത്തുബയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കുർത്തുബയുടെ ഒരു പ്രവർത്തനത്തിന് ഇൻഷാ അല്ലാഹ് അത് ഒരു ഘട്ടം കഴിയുമ്പോൾ സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ട് സ്വയം പര്യാപ്തമായിട്ട് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹം തന്നെയാണ്. ഇപ്പോ ഒരു 20 ലക്ഷത്തോളം രൂപ ഒരു മാസം ചെലവ് വരുന്നുണ്ട്. മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അവിടുത്തെ കൺസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുന്നുണ്ട്. വാടക ബിൽഡിംഗ് തുടങ്ങി അൽഹംദുലില്ലാഹ് ഒരു 23 ഏക്കർ സ്ഥലം ഇപ്പോഴുണ്ട്. ഒരു 40 ഏക്കർ വികസിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അവിടെ മറ്റു പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മിനിമം വർഷത്തിൽ ഒരു 2000 രൂപയെങ്കിലും തരാവുന്ന ഒരു 25,000 ആളുകളെ കൂടെ കൂട്ടിയാൽ വർഷത്തിൽ ഒരു 2000 എന്നാണ് പറഞ്ഞത്, മാസം 2000 എന്നല്ല. ഒരു പ്രാവശ്യം 4 ആൾ കൂടിയിട്ട് കുഴിമന്തി കഴിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കാം അല്ലെ, ഒരു 2000 രൂപ എന്ന് പറയുന്നത്. നമ്മളൊരു 10 ആളെയോ 20 ആളെയോ നമുക്ക് ഈ ഒരു സന്ദേശം എത്തിക്കാൻ, ഒരു പക്ഷെ പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല, എന്നിട്ട് താല്പര്യപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്, പുതിയ യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരിലേക്ക് ഒരു സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കുർത്തുബ ഒരു സർക്കിൾ, മണ്ണാർക്കാട് സർക്കിൾ ഉണ്ടാക്കി ഇൻഷാ അല്ലാഹ് മജീദ് സാഹിബ് കഴിഞ്ഞ ദിവസം അബുദാബിയിൽ അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് മനോഹരമായ പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചു.